ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടാകും. നിങ്ങളുടെ ഫോണിലെങ്കിലും വേദപുസ്തകം കാണും. അത് തുറന്നാട്ടെ. 23-ാം സങ്കീർത്തനം എല്ലാവരും എടുത്ത് ഒരുമിച്ച് വായിക്കാൻ വേണ്ടി പോകും. 23-ഉം 24-ഉം സഭ ഒരുമിച്ച് വായിക്കും. We are going to read Psalms 23 and 24 together. ഹല്ലേലൂയ. സ്വന്തമായ പുസ്തകം കയ്യില്ലാത്തവർ അടുത്തുള്ള ആൾക്കാരുടെ പുസ്തകം നോക്കിയാട്ടെ. കാണാതറിയാവുന്നവരും പുസ്തകം നോക്കി ശ്രദ്ധിച്ച് ധ്യാനിച്ച് ഈ രണ്ട് സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് വായിക്കും. സങ്കീർത്തനം 23-ഉം 24-ഉം. ഓക്കെ, സങ്കീർത്തനം 23, 24 എൻ്റെ കൂടെ ചേർന്ന് ഗ്രഹിച്ച് ശ്രദ്ധയോടെ വായിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിനു മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വേഗത്തിൽ ചില ആത്മീയ ചിന്തകളെ പങ്കുവെച്ച് അതിനുശേഷം നമ്മൾ കർത്താവിൻ്റെ മേശയും പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെന്നെ കേട്ടാട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമുക്കധികം വചനം പറയാൻ സമയം ലഭിച്ചില്ലെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ വാക്ക് 91-ാം സങ്കീർത്തനത്തിലൊരു വാക്യമായിരുന്നു. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അതായത് നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിലധികമായി നിരന്തരമായുള്ള പ്രാർത്ഥനയിൽ ഉപവാസങ്ങളിലായിരുന്നു. എന്നാൽ ദൈവം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തി. അത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ആമേൻ. അതിനകത്തൊന്ന് കയറി വരുവാൻ നമുക്കല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സ്തുതിയെ മുളപ്പിക്കുകയാണ്.
ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സ്തുതി എന്ന മേലാട, സ്തുതി എന്ന വസ്ത്രം ധരിപ്പിക്കുകയാണ്. നമുക്കാർക്കും സ്വയമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. സ്തുതിക്കാം, പക്ഷേ അതിനകത്ത് ഒരാത്മാ സാന്നിധ്യം ഉണ്ടാകത്തില്ല, അതിനകത്തൊരു വെളിപ്പാടുണ്ടാകത്തില്ല. ദൈവം ഹൃദയത്തിൽ മുളപ്പിക്കുകയും സ്തുതിയുടെ വസ്ത്രത്താൽ നമ്മളെ ധരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സ്തുതികൾ ദൈവഹൃദയപ്രകാരമാകുന്നത്. ദൈവം വസിക്കുന്നത് സ്തുതികളിൽ മേലാണ്. അതായത് ഇസ്രായേൽ മക്കളുടെ ചരിത്രം മൊത്തം പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തത്, അവരെ ഉയർത്തിയത്, അവരെ അനുഗ്രഹിച്ചത്, അവർക്കൂടെ യുദ്ധം നടത്തിയതെല്ലാം യഹോവയാണ്. അവിടെ എല്ലാം ഒരു കാര്യം കാണാൻ പറ്റും, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ്. ഞാൻ നമ്മുടെ 12 മണിക്കൂർ ആരാധനയുടെ സമയത്ത് കാര്യം പറഞ്ഞിരുന്നു. യഹോവ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി. മോശയോട് ക്യാൻ യു പ്ലീസ് ട്രാൻസ്ലേറ്റ് ഫോർ ദിസ് റിതേഷ് ചോട്ടൻ, യു ഗോ സിറ്റ് ബാക്ക് വിത്ത് ചോട്ടൻ. ഓക്കെ, താങ്ക് യു. കിട്ടട്ടെ. ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വെളിപ്പെട്ടു വന്ന ഏകനാമം അത് യഹോവ എന്ന നാമമാണ്. യഹോവ അതാണ് അവൻ്റെ പേര്. ആ നാമത്തിൻ്റെ അർത്ഥം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതിന് അർത്ഥമില്ല ഒരു ഭാഷയിൽ. പക്ഷെ ദൈവം തന്നെ അതിനെ വ്യാഖ്യാനിച്ചു. യഹോവയാം ദൈവം, കൃപയുള്ളവൻ, കരുണയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവൻ, അല്ലേ, വിശ്വസ്തനായിരിക്കുന്നവൻ, ഇങ്ങനെ അങ്ങോട്ട് വെളിപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ആരാധനകൾ ശ്രദ്ധിച്ചാൽ, സങ്കീർത്തനങ്ങൾ വായിച്ചാൽ, അവരുടെ സ്തുതികൾ വായിച്ചാൽ, സകല സ്തുതികളും സ്തോത്രവും ആരാധനയും ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പിറവിയെടുത്തിരിക്കുന്നത് ദൈവം പറഞ്ഞ ഈ വാക്കിൽ നിന്നാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ആ ഭാഗം നിങ്ങൾക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാം. കാരണം നമുക്കത് മനസ്സിലായിട്ടില്ല പലർക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയിലെ ആരാധന ക്രമത്തെ, ആരാധന രീതികളെയൊക്കെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള, ദൈവം പ്രസാദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകളെ, സ്തുതികളെ, സ്തോത്രങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുക. പുറപ്പാട് 34 അതിൻ്റെ 6-ാം വാക്യം തുടങ്ങി. തൊട്ടുമുകളിൽ 34 5-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ദൈവം യഹോവ അവൻ്റെ നാമം, അവരുടെ നാമം എന്തുവാ? അവരുടെ നാമം ഏതാ? യഹോവയാണ് അവൻ്റെ നാമം. ആ നാമത്തെ എന്ത് ചെയ്തു? ഘോഷിച്ചു. അതിൻ്റെ എല്ലാ മർമ്മവും നമുക്കറിയത്തില്ല, പക്ഷെ അത് വലിയ വെളിപ്പാടാത്. അന്ന് വരെ യഥാർത്ഥത്തിലുള്ള ആരാധനയില്ല. ഒരു യാഗപീഠം പണിത് അബ്രഹാമൊക്കെ ഒരു യാഗവസ്തുവിനെ അർപ്പിച്ച് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. പക്ഷെ എന്താണ് യഥാർത്ഥ ആരാധന എന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുക. അവിടെ വായിക്കുകയാണ്, അവിടെ യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, ആ പദം കണ്ടോ? ഘോഷിക്കുക, അവൻ്റെ നാമത്തെ ഘോഷിക്കുക. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ. കണ്ടോ? നിങ്ങൾ ഇവിടുന്ന് മുമ്പോട്ട് വായിച്ചേ, ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഓരോ ദൈവഭക്തന്മാരും ദൈവത്തെ സ്തുതിച്ചതും ആരാധിച്ച് നന്ദി പറഞ്ഞതും ഈ വാക്കുകൾ ആസ്പദമാക്കിയ. ചില സങ്കീർത്തനങ്ങൾ
മുഴുവനും അവൻ്റെ ദയയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ദയ, എനിക്ക് അതിന് തുല്യമായ വാക്ക് ഇംഗ്ലീഷിൽ കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ്. പക്ഷെ പല സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എന്നൊക്കെയാണ് ട്രാൻസ്ലേഷൻസ്. പക്ഷെ അതിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ കൈൻഡ്നെസ്, ഗ്രേറ്റ് കൈൻഡ്നെസ് ഓർ ലവിങ് കൈൻഡ്നെസ്. ചില സങ്കീർത്തനങ്ങൾക്ക് അവൻ്റെ ദയയെക്കുറിച്ച് മാത്രം പാടുകയാണ്, കരുണയെക്കുറിച്ച് പാടുകയാണ്, കൃപയെക്കുറിച്ച് പാടുകയാണ്. കണ്ടോ നിങ്ങൾ? ദൈവം അവൻ്റെ നാമത്തെ വെളിപ്പെടുത്തി ആ നാമത്തിനെ ഘോഷിച്ചപ്പോൾ അവിടെ നിന്നാണ് യഥാർത്ഥമായൊരു സ്തുതിയും സ്തോത്രവും ആരാധനയും പിന്നീട് ഇസ്രായേൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സത്യത്തിൽ ആരാധിക്കണം. ഇത് വെളിപ്പെട്ടു വന്നെങ്കിലും ഇസ്രായേൽ എല്ലാവർക്കും വെളിപ്പെട്ടിട്ടില്ല. ദാവീദിനെ പോലുള്ള ചുരുക്കം ചിലർക്ക് അത് വെളിപ്പെടുന്നത്. ബാക്കിയെല്ലാം യാഗം കഴിച്ചിട്ട് പോകത്തേ ഉള്ളൂ. ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യത്തിൻ്റെ സത്യം എന്തുവാ? ദൈവമാണ്. അവനെക്കുറിച്ചുള്ള കാര്യമാ സത്യം. നിത്യമായി നിലനിൽക്കുന്ന കാര്യം മാത്രമേ സത്യമുള്ളൂ, ബാക്കിയൊന്നും സത്യമല്ല. നിത്യമായി നിലനിൽക്കുന്ന കാര്യം ദൈവമാണ്, ദൈവത്തിൻ്റെ കാര്യമാണ്, അതാ സത്യം. ആ സത്യം നമ്മൾ അകത്തറിയണം. എന്നിട്ട് നമുക്ക് ആത്മാവിനെ തന്നു. നമുക്കൊരാത്മാവുണ്ട്. നമ്മുടെ ആത്മാവിൽ അവൻ്റെ ആത്മാവിനെ തന്നിട്ട്, അവൻ സത്യം തന്നിട്ട് നമ്മൾ അവൻ്റെ ആത്മാവിൽ നിറച്ച് അവനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും പ്രാപ്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഈ ഒരു വെളിപ്പാടിലേക്ക് ദൈവം സഭ ഉയർത്തുക. എഫേഷ്യൻസ് 5:18 വായിക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ ഇവയിൽ തമ്മിൽ തമ്മിൽ സംസാരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നന്ദിയോടെ പാടി, കീർത്തനം, അത് പുതിയ പാട്ടുകൾ പാടി, ഇതെല്ലാം ഈ സത്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഹല്ലേലൂയ. അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം സഭയെ മാറ്റിക്കൊണ്ടിരിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നത്, ദൈവത്തിൻ്റെ സിംഹാസനം വെളിപ്പെടുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികളിലാണ്. ആമേൻ. ഇസ്രായേലിൻ്റെ സ്തുതി, അതുപോലെ ദൈവസഭയുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും അത് നിരന്തരമായി ഉയരുമ്പോൾ ആ വചനപ്രകാരം ദൈവത്തിൻ്റെ സിംഹാസനം നമ്മുടെ നടുവിൽ അവൻ വെക്കും. അവൻ്റെ തേജസ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരികയാണ്. നിങ്ങളുടെ വിഷാദങ്ങളൊക്കെ മാറുകയാണ്, സങ്കടങ്ങളൊക്കെ മാറുകയാണ്. അവൻ നമ്മുടെ അകത്ത് ആനന്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സമാധാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖങ്ങളിൽ അവൻ്റെ ശോഭ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം ആക്ഷരികമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്, വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ തോന്നൽ പറയുകയല്ല. ഹല്ലേലൂയ. നമ്മുടെ വിഷണ്ണ മനസ്സിനെ മാറ്റി സ്തുതി എന്ന മേലാട അവൻ ധരിപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വലിയ പ്രകാശം നമ്മുടെ അകത്തുണ്ടാകാൻ വേണ്ടി പോവുകയാണ്, വലിയ വെളിച്ചമുണ്ടാകാൻ വേണ്ടി പോവുകയാണ്, ജീവൻ്റെ സമൃദ്ധി നമുക്കുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളത് കടന്നു വരണം, അതിലേക്ക് പ്രവേശിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കേട്ടിട്ടുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിട്ടുണ്ട്. അവൻ്റെ ഹൃദയം നമ്മിൽ പ്രസാദിച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്ഷരികമായി ഫിസിക്കൽ റിലത്തിൽ, ഭൗമതലത്തിൽ ഒന്ന് വെളിപ്പെടാൻ താമസം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുമോ? ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമൊക്കെ പ്രസാദിക്കുകയും അവൻ്റെ മറുപടി അയച്ചിരിക്കുകയാണ്.
അതൊന്ന് വെളിപ്പെട്ട് വരുവാൻ ഒരു ചെറിയ കാലമുണ്ട്, ഒരു കുഞ്ഞു സമയം. ആമേൻ. അത് നമ്മുടെ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ലെന്ന്. എന്നെ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോഴും, അർത്ഥം ഞാൻ പാപത്തിലാണെന്നല്ല, ഞാൻ ലോകത്തിലാണെന്നല്ല, ജഡത്തിലാണെന്നല്ല. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ജീവിക്കുക. പക്ഷേ ഒരുക്കം കംപ്ലീറ്റ് അല്ല, പൂർണ്ണമല്ല. എന്താ അർത്ഥം? നമ്മളെന്തു പ്രാർത്ഥിക്കുന്നേ? നമ്മളെന്തു ആഗ്രഹിക്കുന്നേ? അതിപരിശുദ്ധനായവൻ നമ്മുടെ നടുവിൽ നമ്മിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. അവൻ്റെ പരിശുദ്ധിക്ക് തക്കവണ്ണം നിൽപ്പാൻ നമുക്ക് പ്രാപ്തിയായോ? ഞാൻ പറഞ്ഞു, ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു. ഏതു സമയത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാണ്, ഹ്യൂമൻ പോയിൻ്റ് ഓഫ് വ്യൂ, മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണ്. എൻ്റെ കുറവിനെ, എൻ്റെ ഒരുക്കത്തിൻ്റെ കുറവിനെ പരിഹരിക്കാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. അതവൻ എപ്പോഴും ചെയ്യും. അതവൻ്റെ സമയമാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത്ര അതിപരിശുദ്ധനായവൻ, ദഹിപ്പിക്കുന്ന അഗ്നിയായവനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനായിട്ടില്ല. ഞാൻ പറയുന്നത് മാനുഷികമായ പോയിന്റിൽ നിന്ന് പറയുകയാണ്. പക്ഷെ അത് ആർക്കെ പരിഹരിക്കാൻ പറ്റൂ? ദൈവത്തിനെ പരിഹരിക്കാൻ പറ്റൂ. നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ തീവ്രമായിരിക്കുന്ന ആഗ്രഹത്തിലേക്ക് മാറുക. പ്രാർത്ഥനകളെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയം ലഭിക്കുന്നത് വരെ സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. എങ്ങനെയാണ്? പ്രാർത്ഥിച്ച വിഷയം ദൈവം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു, മറുപടി അയച്ചു കഴിഞ്ഞു. അത് ആത്മതലത്തിൽ നിന്നും ഭൗതിക തലത്തിലേക്ക് വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. ആ വെളിപ്പെടുന്നത് വരെ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ, നന്ദിയോടെ, സ്തുതികളോടെ, ആരാധനയോടെ അതിൽ എന്ത് ചെയ്യണം? ജാഗരിക്കണം. എന്തു ജാഗരിക്കുക? എന്തു ജാഗരണം? വാച്ച്. എന്തുവാ? ഒരു കാവൽക്കാരൻ, ഒരു സെക്യൂരിറ്റിക്കാരൻ, അല്ലെ നമ്മുടെ ബോർഡർ ഫോഴ്സിലെ BSF, ബോർഡറിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ ഉറങ്ങത്തില്ല, ഇരിക്കത്തില്ല. അവരെവിടെ പോയിൻ്റ് അവിടെ നിൽക്കുക, ജാഗ്രതയോടെ നിൽക്കുക. ചിലപ്പം 6 മണിക്കൂറോ 8 12 മണിക്കൂറോ ആയിരിക്കും അങ്ങനെ നിൽക്കുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ജാഗ്രതയോടെ അവനെ ഏൽപ്പിച്ച സ്ഥലത്ത് കാവൽ ചെയ്യുകയാണ്. അതാണ് ജാഗരിക്കുക. നമുക്കതുണ്ടോ? പ്രാർത്ഥിച്ചിട്ടു പോയില്ലേ? പ്രാർത്ഥിച്ചു കൊടുത്തു, കുറേ പ്രാർത്ഥന, അതിന് നമുക്ക് ഇറങ്ങി നടക്കാം. അങ്ങനെയാണോ? നോ നോ നോ. സ്തോത്രത്തോടെ എന്ത് ചെയ്യണം? അതിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ചോദിച്ചത് കൊച്ചു കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ആഗ്രഹിച്ചതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ തന്നെ, അവൻ്റെ മഹത്വം, അവൻ്റെ തേജസ്സ, വലിയൊരു ഉണർവാണ്. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നത് വരെ സ്തോത്രത്തിൽ ജാഗരിക്കണം. അതിൻ്റെ വിശ്വാസം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഊഹാപോഹങ്ങൾ പറയുകയല്ല. എൻ്റെ അകത്ത് പൂർണ്ണമായ ഉറപ്പുണ്ട്, പൂർണ്ണ നിശ്ചയമുണ്ട്. നിശ്ചയമുണ്ടോ? ഈ പ്രാർത്ഥിച്ചതൊക്കെ ദൈവം കേട്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ദൈവം നമ്മെ സന്ദർശിക്കും. അവൻ്റെ തേജസ് നമ്മെ ഏൽപ്പിക്കും. ഒരു വലിയ ഉണർവ് നമ്മെ ഏൽപ്പിക്കും. നാം അവൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ വാഹകരാകും.
ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ നടുവിൽ വസിക്കാൻ ഇറങ്ങി വരും. പിതാവും പുത്രനും നമ്മുടെ കൂടെ വസിക്കും എന്ന പ്രാർത്ഥന ഉപവാസത്തിനും നമുക്ക് ഉറപ്പുണ്ടോയെന്ന്, വിശ്വാസമുണ്ടോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർ മാത്രം കാര്യം ഉയർത്തട്ടെ. ഇല്ലാത്തവർ പ്രാർത്ഥിച്ച് വിശ്വാസം എടുത്തോണം. ഒരു കാര്യം പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ നിൻ്റെ ഹിതമില്ലാത്ത ഒരെണ്ണവും ഇതിനകത്ത് കയറില്ലെന്ന സത്യം. ഞാൻ ചിലത് പറഞ്ഞാലും കടന്നു പോകും, ഞാൻ പേടിച്ചിങ്ങനെ നാക്കിനെ ഒതുക്കി വെക്കുക, പറയാൻ സംഭവിക്കും. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെട്ടില്ലെങ്കിൽ വസ്ത്രം കീറുന്നത് പോലെ നിന്നെ അവൻ കീറും. പറയണ്ടെന്ന് വെച്ചാലും പറ്റത്തില്ല. എനിക്ക് പേടിയാണ് പറയാൻ. കുഞ്ഞുകളിയൊന്നുമല്ല ഇത് കുഞ്ഞുകളിയൊന്നുമല്ല. മര്യാദയ്ക്ക് ലോകത്തെയും പാപത്തെയും ജഡത്തെയും വിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കയറിയില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നെയ്വാല അവൻ പൊളിക്കും. ദൈവഭയത്തിൽ വിശുദ്ധിയിലേക്ക് മടങ്ങി ഇവൻ ആഗ്രഹിച്ചോണം. അല്ലാത്തവരെ കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമില്ല. കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമേ എനിക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് വഴിയെ പോയതിനെയും വന്നതിനെയും എല്ലാത്തിനെയും ചുമന്നുകൊണ്ട് നടന്നു. കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയും വളർത്തുകയും എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ബിസ്ക്കറ്റും പാലും കൊടുത്ത് വളർത്തിയ ഒത്തിരി എണ്ണമുണ്ട്. അത് ദൈവം തന്നൊരു കൃപയാണ്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം വലിയൊരു കൂട്ടത്തിനും കർത്താവിന് വേണ്ട എന്തെങ്കിലും ശുശ്രൂഷകളോ അനുഗ്രഹമോ കിട്ടിയാൽ മാത്രം മതി. വ്യത്യാസം കണ്ടോ? കർത്താവിന് വേണ്ട, ശുശ്രൂഷ പ്രാപിച്ച് എന്തെങ്കിലും അഭിഷേകം പ്രാപിച്ചങ്ങ് പോയാൽ മതി. ഞാൻ വളരെ കണിശക്കാരനായി കർശനക്കാരനായി മാറിക്കൊണ്ടിരിക്കുക. ദൈവനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി ആരെയും ചുമക്കത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ളവൻ അവൻ്റെ അവസ്ഥ എത്ര മോശമാണെങ്കിലും ചുമക്കും. അല്ലാത്തൊക്കെ ഞാനിങ്ങനെ അരിച്ചരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം എല്ലാവരെയും കൊണ്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് വണ്ടിക്കകത്താകണോ വെളിയിലാകണമോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. ചില ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റൊരു സന്തോഷ് പാസ്റ്ററെ ആയിരിക്കും. അന്ന് ആരും പരിഭവിക്കരുത്. ഒരു കരുണയും കാണത്തില്ല, ഒരു അനുകമ്പയും കാണത്തില്ല. അർത്ഥം എൻ്റെ കരുണ വറ്റിപ്പോയെന്നും അനുകമ്പ വറ്റിപ്പോയെന്നൊന്നുമല്ല. ഞാൻ ആ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ദൈവഹിതമല്ലാത്ത ഒന്നിനോടും, ദൈവം ആമേൻ പറയാത്ത ഒന്നിനോടും ആമേൻ പറയാൻ ഞാൻ കാണത്തില്ല. അത് എത്ര വലിയ പുള്ളിയാണെങ്കിലും, എനിക്ക് കൈ നിറയെ കാശ് തരുന്ന വ്യക്തിയാണെങ്കിലും ഒരു എക്സ്ക്യൂസുമില്ല. പുറത്താണ്. അങ്ങനാണ് സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേഗത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വണ്ടിക്കകത്ത് കയറിക്കോണം. ഇല്ലെങ്കിൽ ഔട്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ചിലരുടെ മരണത്തെക്കുറിച്ച് ദൈവം എനിക്ക് ബോധ്യം തന്നിട്ടുണ്ടായിരുന്നു. ചിലരുടെ മരണത്തെക്കുറിച്ച് ഒരാൾ മരിക്കും മുമ്പ് ഞാൻ പോയി സംസാരിച്ചു. അവരുടെ കുറ്റങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. 2 മണിക്കൂർ അനുദപിച്ചോളം പറഞ്ഞു. പിറ്റേ ആഴ്ച ആളങ്ങ് പോയി. ദൈവം ഭയങ്കര വിശ്വസ്തനും കരുണയുള്ളവനൊക്കെയാണ്. പക്ഷേ നിരന്തരമായി അവൻ്റെ കൃപകളൊക്കെ അനുഭവിച്ചിട്ട് വചനം കേട്ടിട്ട് വചനം പോലെ സത്യമായി തന്നെ കേട്ടിട്ട് തോന്നിയ പോലെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം തിരിയും.
വചനം കേൾക്കത്തവരല്ല, ഈ സഭയിൽ കേട്ടതുപോലെ സത്യമായ വചനം കേട്ടവർ ഈ ഭൂമിയിൽ ഒരിടത്തുമില്ലെന്ന് എനിക്ക് നല്ല ധൈര്യത്തിൽ പറയാൻ പറ്റും. അത്ര ആഴത്തിൽ അടിസ്ഥാന ഉപദേശം തുടങ്ങി വളർച്ചയുടെ ഓരോ പടവുകളും കേട്ട് അങ്ങ് നിത്യതയിൽ എത്തുന്ന കാര്യം വരെ പൂർണ്ണതയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരാ. എന്നിട്ടും തോന്നിയവാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതിനല്ലോ പറയാം, തോന്നിയവാസന അല്ലല്ലോ പറയാൻ പറ്റുമോ? ഇച്ചിരി കടുപ്പുള്ള വാക്ക തോന്നിയവാസം. ഇഷ്ടംപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ രോഗികളായി ഞരങ്ങുമ്പോൾ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നാൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കത്തില്ല. കാരണം നിങ്ങളുടെ പാപത്തിന് ഞാൻ ഓഹരിക്കാരനാകത്തില്ല. കേട്ടോ പറഞ്ഞത്? ഇഷ്ടമുള്ള വചനമെല്ലാം കേട്ടിട്ട് ഇഷ്ടമുള്ള വഴിക്ക് പോയി ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ഭാരമാകുമ്പോൾ, രോഗിയാകുമ്പോൾ എൻ്റെ അടുക്ക വന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന്. കാര്യം താങ്കളുടെ പാപത്തിന് എനിക്ക് ഓഹരിക്കാരനാകാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് കാര്യം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ പ്രായത്തിലും കഴിഞ്ഞ 2 വർഷത്തിനകത്ത് ഏകദേശം 150 ദിവസം ഉപവസിച്ചു. കർത്താകൃപ വന്നു ഉപവസിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും ഞങ്ങൾ നന്നാകത്തില്ല, തോന്നിയ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേൽ ഭാരമാകുമ്പോൾ സന്തോഷ് പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ല. എന്താ ദേവേ, കഠിനമാണ് പറഞ്ഞ കാര്യം? സത്യമല്ല പറഞ്ഞു ഞാൻ. ഒരു വിട്ടുവീഴ്ചയില്ല. മര്യാദയ്ക്ക് വിശുദ്ധിയിൽ ദൈവകൃപ ജീവിക്കണം. നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ, നിങ്ങളുടെ പാസ്റ്ററെ കൊണ്ട് അങ്ങ് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ കൃപ ദൈവം തരും. ചോദിച്ചാൽ ദൈവം കൃപ തരും. ഞാൻ കൃപയല്ല ജീവിക്കുന്നത്. ഈ പറഞ്ഞൊന്നും എനിക്കങ്ങോട്ടങ്ങ് വിശുദ്ധനാകാനൊന്നും പറ്റത്തൊന്നുമില്ല. വലിയ ആഗ്രഹവും ശ്രമമൊക്കെ ഉണ്ട്. ഭയത്തോടും വിറയിലോടും കൂടെ ഒക്കെ രക്ഷയെ പ്രാവർത്തികമാക്കുന്നുണ്ട്. പക്ഷെ പരാജയപ്പെടുക. പക്ഷെ ദൈവം വലിയ കൃപ തരിക. കർത്താവ് വലിയ കൃപ തരിക. അവൻ്റെ കൃപയെ വൃഥാവാക്കരുത്. അവിടെ പ്രതിശാന്തിയില്ലെന്ന്. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് എന്താകാൻ പറ്റത്തില്ല, വിശുദ്ധി തികയ്ക്കാനൊന്നും പറ്റില്ല. ശ്രമിച്ചു നോക്കിയ വ്യക്തിയാ. പക്ഷെ അവൻ കൃപ തന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ കൃപ സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ വീണു പോവുകയാണ് എന്ന് പറഞ്ഞ് പോയാൽ പോരാ. കൃപ പ്രാപിച്ച് വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടി നിൽക്കണം. ഇല്ലാത്തവർക്ക് എന്ത് പ്രതിശാന്തിയാണ് ഉള്ളത്? ഒരു പ്രതിശാന്തിയില്ല. വേറൊരു വഴിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ ദൈവം തന്ന വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾക്ക് തീരുമാനം വേണം. വീണു പോകുമായിരിക്കാം, വീഴട്ടെ. ഞാൻ 6 മക്കളെ എടുക്കുന്ന ആളാണ്. എൻ്റെ മക്കളെല്ലാവരും പ്രസവിച്ചപ്പോഴേ ചാടി എഴുന്നേറ്റ് ഓടിയില്ല. ഓടി ഷേർലി? ആരും ഓടിയില്ല. പ്രസവിച്ച് കിടന്ന് മുള്ളി തൂറി കമന്ന് വീണ് എഴഞ്ഞ് മുട്ടുമേലെഴഞ്ഞ് നടന്ന് പിന്നെയും വീണ്, അല്ലേ? നമ്മൾ പിടിച്ചു പൊക്കി, മുട്ടുപൊട്ടി, വീണ്ടും നമ്മൾ പൊക്കിയെടുത്ത് അങ്ങനെ വളരത്തുള്ളൂ. അത് അതിനകത്ത് വലിയ ആശ്ചര്യമൊന്നും വേണ്ട. നിങ്ങൾ വീണു പോകുന്നതുകൊണ്ടും കൃപ നഷ്ടപ്പെടുന്നതുകൊണ്ടും ഒന്നും ഒരു ആശ്ചര്യമൊന്നും വേണം. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അല്ലേ? ഇപ്പം ഷാലോമിന് ഞാൻ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലേ? ഇവൻ അടോണെ പോലും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. 10 വയസ്സാകാൻ പോവുക, അല്ലേ? ഈ ഓഗസ്റ്റ് 15 ആമേൻ. സ്വന്തമായി നടക്കും, സ്വന്തമായി ഭക്ഷിക്കും, അല്ലേ? അപ്പം പഠിപ്പിച്ചു, അമ്മ പഠിപ്പിച്ചു. ആ കൃപയിലേക്ക് വരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. I'm so happy.
നമുക്ക് അനുതാപം വരണം. ദുഃഖം എന്ത് ഉണ്ടാക്കണം? അനുതാപത്തെ മാനസാന്തരത്തെ കൊണ്ടുവരണം. ഓക്കെ, ഇതൊന്ന് പറയണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞതാണ്. കർത്താവ് സമ്മതിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? വേഗത്തിൽ വായിച്ച ഈ കാര്യത്തിൽ ചില കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ശുശ്രൂഷ കഴിയത്തുള്ളൂ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ 1 മണിക്കും കഴിഞ്ഞിരിക്കും, അതെൻ്റെ കുഴപ്പമല്ല. പക്ഷെ 2 മണി എന്തെങ്കിലും ചിന്തിച്ചിരിക്കണം ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ അവിടെ ഞരങ്ങും, ഈ പാസ്റ്റ് വലിച്ചു നീട്ടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്തായിരുന്നു? വായിച്ചോട്ടെ. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. 2 കാര്യം. ഒന്ന്, ദൈവത്തോട്, പ്രത്യേകിച്ച് പിതാവാം ദൈവത്തോട് നാം പറ്റിയിരിക്കണം. ദൈവത്തെ നാം അറിഞ്ഞു, കർത്താവായ യേശുവിനെ അറിഞ്ഞു, കർത്താവായ യേശു മുഖാന്തരം നാം പിതാവാം ദൈവത്തെ അറിഞ്ഞു. ഈ സഭയെ ദൈവം പിതാവാം ദൈവത്തിൻ്റെ വെളിപ്പാടിലേക്ക് നയിച്ച് നമ്മൾ പിതാവാം ദൈവത്തിൻ്റെ വെളിപ്പാടിലെത്തി ആ വെളിപ്പാട് ജീവിക്കുന്നവരാണെങ്കിലും ഇനി നമുക്ക് വേണ്ടത് അവനോട് എന്ത് ചെയ്യണം? പറ്റിയിരിക്കണം. ഞാനത് പ്രസംഗിക്കാൻ വേണ്ടി പോവുകയല്ല, ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. പക്ഷെ എങ്ങനെ പറ്റിയിരിക്കാൻ പറ്റും? അതാണ് അല്പം പറയാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു വാക്കുകൂടുണ്ട്, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ നാം ഒരു വ്യക്തിയോട് പറ്റിയിരിക്കണമെങ്കിൽ നാം ആ വ്യക്തിയെ അറിയണം, അവൻ്റെ നാമത്തെ അറിയണം. നാമം, പേര് ഒരു വ്യക്തിയെ വെളിപ്പെടുത്തുക. ദൈവത്തിന് കുറേ പേരുണ്ട്. അവൻ്റെ ഏകനാമം എന്താണ്? യഹോവയാണ്. ഒത്തിരി ചേർന്നുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ നാമത്തെ അറിയുന്ന അളവിലാണ് നാം അവനോട് പറ്റിച്ചേരുന്നത്, അല്ലേ? ഒരാളെ അറിയാതെ നമുക്ക് പറ്റിച്ചേരാൻ പറ്റുമോ? ആ പദം ക്ലീവ് എന്ന പദമാണ്, പറ്റിച്ചേരുക. ക്ലീവ്, അല്ലേ? അത് നമ്മൾ വിവാഹ ശുശ്രൂഷയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉടമ്പടി പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പനെയും അമ്മയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും, ഭാര്യയോട് പറ്റിച്ചേരും. അവിടെയാണ് നമ്മൾ ആ പദം ക്ലീവ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ അറിയാതെയും തമ്മിൽ സംസാരിച്ച് പരിചയപ്പെടാതെയും അവർക്ക് തമ്മിൽ ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും പറ്റിച്ചേരാൻ പറ്റുമോ? നമ്മളൊരു സ്ത്രീയെ, ഒരു പുരുഷനെ അറിയാതെ, ആ വ്യക്തിയുമായിട്ട് അടുപ്പം വരാതെ പറ്റിച്ചേരാൻ പറ്റുമോ? പറ്റത്തില്ല. അറിയണം, ആ വ്യക്തി അറിയണം. ആ അറിവിലൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മൾ അകന്നു നിൽക്കും, അല്ലേ? ഇപ്പോൾ ദാമ്പത്യത്തിൽ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരു ചെറിയ ഭിന്നതയോ ഇടർച്ച ഉണ്ടാകുന്ന പിന്നെ മിണ്ടത്തില്ല, അന്ന് ചേർന്ന് ഒരു കട്ടിൽ പോലും വരത്തില്ല. എന്താ? ആ അറിവിലൊരു ഇടർച്ച ഉണ്ടായാൽ പോലും പറ്റിച്ചേരാനായിട്ട് ഹൃദയം അനുവദിക്കത്തില്ല. അപ്പം പിതാവിനെ അറിയുമ്പോൾ, അവൻ്റെ നാമത്തെ അറിയുമ്പോഴാണ് നാം അവനോട് എന്ത് ചെയ്യുന്നത്? പറ്റിച്ചേരുന്നത്. അങ്ങനെ പറ്റിച്ചേരുന്നവനെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തും. ഇനി ഉയർച്ചയുടെ ദിവസങ്ങളാണ്, സമൃദ്ധിയുടെ ദിവസങ്ങളാണ്, ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്, സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങളാണ്. എല്ലാ മേഖലയിലും ആഘോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു സാധാരണ പ്രോസ്പെരിറ്റി പ്രീച്ചറല്ല, സാധാരണ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ പ്രസംഗനല്ല ഞാൻ. നിങ്ങൾക്കറിയാം എന്നെ. ക്രിസ്തുവിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ആഴം നമുക്കറിയാം.
നാം ക്രിസ്തുവിൽ ആരാണെന്ന് നമുക്കറിയാം. ക്രിസ്തുവിൽ വളരേണ്ടത് നമുക്കറിയാം. നമ്മുടെ പ്രത്യാശ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ തേജസ്സുമാണ് നമുക്കറിയാം. നമ്മൾ അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങുന്നവരാണ്. അങ്ങനെ വളരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടെന്ന്, ഒരു സമൃദ്ധിയുണ്ടെന്ന്. ഇനിയുള്ള ദിവസം ഞാൻ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ആമേൻ. നിത്യതയ്ക്കു വേണ്ടി ഒരുങ്ങുന്ന, ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? അവൻ ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട്, പറ്റിച്ചേരുന്നത് കൊണ്ട് സമസ്ത മേഖലകളിൽ സമൃദ്ധിയുണ്ട്. ദൈവം അവനെ ഉയർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ഈ തരത്തിൽ അവനോട് പറ്റിച്ചേരാൻ ആഗ്രഹിച്ചാൽ, അവിടെ നാമത്തെ അറിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ സങ്കീർത്തനം വായിക്കാൻ ഒരു കാര്യമുണ്ട്. 23 24 22 കൂടെ വായിക്കേണ്ട, പക്ഷേ ദീർഘമായ സങ്കീർത്തനമായതുകൊണ്ട് വായിക്കാഞ്ഞത്. 22 സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വെളിപ്പെടുത്തുക. ആമേൻ. 22 സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വെളിപ്പെടുത്തുക. നിങ്ങൾ സമയം കിട്ടുമ്പോൾ, സമയം കിട്ടണം, സമയമുണ്ട്, പോയി വായിക്കണം. ഹല്ലേലൂയ. അല്ല, സമയം കിട്ടുമ്പം എന്ന് പറയുമ്പോൾ കിട്ടത്തില്ലല്ലോ നമുക്ക് ആർക്കും. സമയം കിട്ടും, ഇന്ന് വായിക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ 30-31 വാക്യം നമ്മളെക്കുറിച്ച് പറയാം. 22-ന്റെ 30-31 നമ്മളെക്കുറിച്ച് പറയുക. എന്താണ്? ഒരു സന്തതി അവനെ, എനിക്ക് അതിന് മുമ്പ് ഒരു വാക്ക് അത് വായിച്ചിട്ട് അടുത്ത വാക്യം വായിക്കാം. ഓക്കെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ആരായി ജനിപ്പാനിരിക്കുന്ന ജനം? യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, അടക്ക പുനരുത്ഥാനത്തിലൂടെ, തേജസ്കരണത്തിലൂടെ ജനിപ്പാനിരിക്കുന്ന ജനം ആരാ? നാം, സഭ. അതാണ് ജനിപ്പാനുള്ള ജനത്തോട് ഒരു സന്തതി അവനെ സേവിക്കും. അത് യഹൂദ മതത്തിൽ നിന്നും കർത്താവിനെ ആദ്യമായി സ്വീകരിച്ച ഒരു കൂട്ട ജനമാണ്. പത്രോസും യോഹന്നാനും അന്ത്രയോസും പൗലോസും ബർന്നബാസും, ആ ഒരു ഗ്രൂപ്പാണ്. ആ ജനിപ്പാൻ സന്തതി. ആ സന്തതി അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. നിങ്ങൾ ഈ സഭയിൽ വന്നത് എന്ത് കേട്ടിട്ടാ? യേശു അനുഗ്രഹിക്കും, വിടുവിക്കും, കടഭാരം മാറ്റും എന്ന് കേട്ടിട്ടല്ല വന്നത്. അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവൻ്റെ നീതിയെക്കുറിച്ച് കേട്ടിട്ടാ. ആർക്കെങ്കിലും കേട്ട് വെളിപ്പാടായില്ലെങ്കിൽ ഒരു 55 എപ്പിസോഡുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് കേൾക്കണം. ഈ സഭയിൽ നിങ്ങൾ വന്നത്, പൗലൂസ് വന്ന് പ്രസംഗിച്ചു. എന്താണ്? ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്. അത് റോമാ ലേഖനത്തിൽ എഴുതി വെച്ചു. അത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചു. നിങ്ങൾ അങ്ങനെ ജനിച്ചത്. അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവൻ്റെ നീതി, the righteousness of God. അങ്ങനെ സഭ ജനിക്കുന്നത്. അല്ലാതെ യേശു അനുഗ്രഹിക്കും, വിടുവിക്കും, കടഭാരം മാറ്റും അത് കേട്ടല്ല സഭയുണ്ടായത്. അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവൻ്റെ നീതിയെ വർണ്ണിച്ചപ്പോഴാണ്. ഇനി അവർക്കുള്ള അനുഗ്രഹമാണ് അവർ നീതി പ്രാപിച്ച് ദൈവകൃപയിൽ വന്ന് നിത്യജീവനു വേണ്ടി, നിത്യരക്ഷയ്ക്കു വേണ്ടി, നിത്യരാജ്യത്തിനു വേണ്ടി, നിത്യ തേജസ്സിനു വേണ്ടി
സഭയിൽ വന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് 23 സങ്കീർത്തനം. ആമേൻ. 24 സങ്കീർത്തനം മഹത്വത്തിൻ്റെ രാജാവ് വന്ന്, തേജസ്സിൻ്റെ രാജാവാവൻ വന്ന് നമ്മുടെ നടുവിൽ വാഴുന്ന കാര്യമാണ്. മഹത്വത്തിൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ പേരെന്തുവാ? കിങ് ഓഫ് ഗ്ലോറി, ഫാദർ ഓഫ് ഗ്ലോറി, ഗാഡ് ഓഫ് ഗ്ലോറി, ദ ലോർഡ് ഓഫ് ഗ്ലോറി, ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി. ഇത്ര ആരെ പേരാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാ. എന്തൊക്കെയാണ് അത് പറഞ്ഞേ? തേജസ്സിൻ്റെ രാജാവ്, മഹത്വത്തിൻ്റെ രാജാവ് എന്ന അർത്ഥം എന്താണ്? തേജസ്സിൻ്റെ രാജാവ്, കിങ് ഓഫ് ഗ്ലോറി. അടുത്ത പദം എന്താണ്? ഗാഡ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ ദൈവം. അടുത്ത പേരെന്താണ്? ഫാദർ ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ പിതാവ്. ഈ മൂന്നും ആർക്ക് പറഞ്ഞിരിക്കുക? കേട്ടെങ്ങോട്ട്. ഞാൻ ഉപവാസം ഇന്നലെ കഴിഞ്ഞുള്ളൂ, ഇന്നലെ രാവിലെ കഞ്ഞി കുടിച്ചതേ ഉള്ളൂ. പ്ലീസ് ഉത്സാഹിച്ച് കേട്ടെ. ഇനി ഉപവാസമൊന്നുമില്ല കേട്ടോ, കാര്യം പറയാം. ഫാദർ ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ പിതാവ്, മഹത്വത്തിൻ്റെ പിതാവ്. പിന്നെ കിങ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ രാജാവ്. ഗാഡ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ ദൈവം. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? പിതാവിനെ കുറിച്ച്. ഇനി അടുത്തത് തേജസ്സിൻ്റെ കർത്താവ്, ദ ലോർഡ് ഓഫ് ഗ്ലോറി. അത് ആരെക്കുറിച്ച് പറയുക? യേശുവിനെ കുറിച്ച് പറയുക. ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. മഹത്വത്തിൻ്റെ ആത്മാവ്, തേജസ്സിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി. അപ്പൊ പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും പറയുന്ന പേരാണ് ഫാദർ ഓഫ് ഗ്ലോറി, ലോർഡ് ഓഫ് ഗ്ലോറി, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി. തേജസ്സിൻ്റെ പിതാവ്, തേജസ്സിൻ്റെ കർത്താവ്, തേജസ്സിൻ്റെ ആത്മാവ്. അവൻ വന്ന് നമ്മുടെ നടുവിൽ വാഴുകയാണ്. വാഴ്ചയ്ക്ക് രണ്ടർത്ഥമാണ്. അവൻ വരിക പറയുമ്പോൾ തേജസ് വരുന്നു, രണ്ട് വാഴുന്നു. എന്താണ്? ദൈവരാജ്യം. അതാണ് കിങ്ഡം ആൻഡ് ഗ്ലോറി. ദൈവരാജ്യവും ദൈവ തേജസ്സും. അതാണ് 24 സങ്കീർത്തനം. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കണം കേട്ടോ. ഈ ആഴ്ച മൊത്തം വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൃത്യമായി അനേകം മർമ്മങ്ങൾ സംസാരിക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ റോമാലേഖനമല്ല പ്രസംഗിക്കുന്നത്, എഫേഷ്യൻസ് അല്ല പ്രസംഗിക്കുന്നത്. റോമൻസും എഫേഷ്യൻസും നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടാണ് സങ്കീർത്തനം എടുത്തിരിക്കുന്നത്. ഇത്ര നമ്മൾ പുസ്തകം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കേട്ടോ നിങ്ങൾ? റോമൻസും എഫേഷ്യൻസും കൊലോഷ്യൻസും ഹീബ്രൂസും എല്ലാം നമ്മൾ വ്യക്തമായി ഗ്രഹിച്ചിട്ട് നമ്മുടെ ആഴത്തിലുള്ള ബോധ്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ ചില അനുഭവങ്ങളിലേക്ക് തിരിയുന്നത്. ആമേൻ. അപ്പം ഒരു വാക്യം കയറി വായിക്കണം. 29 വാക്യം, 22 സങ്കീർത്തനം. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എന്താണ്? അതാ പറയുന്ന ഉപവാസമില്ലെന്ന് ഞാൻ പറയാൻ കാര്യം അതാ. നമ്മുടെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മുടെ ആരാധന എങ്ങനെയാണ്? ഭക്ഷിച്ചുള്ള ആരാധനയാണ്. ഐ എം നോട്ട് ജോക്കിംഗ്, തമാശ പറയല്ല. എവിടുന്നോ ഒരു സഹോദരി, എവിടുന്ന് എനിക്കറിയാം, ആളൊക്കെ അറിയാം, കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫാസ്റ്റിംഗ് ഇരുന്നപ്പം ദൈവം കണക്ട് ചെയ്ത മറ്റൊരു ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഇട്ട ഒരു വചനം, മിക്കവാറും 2 ദിവസം കൂടുമ്പം എനിക്കൊരു ആത്മീയ ദൂത് പുള്ളിക്കാരത്തി പ്രാപിച്ചിട്ട് എനിക്കൊരു അറിയത്തുമില്ല. നമ്മുടെ ശുശ്രൂഷ ഒന്നും പ്രാപിക്കാത്ത സ്ത്രീയാണ്. എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ഒരു ദർശനമോ
ഒരു വെളിപ്പാടോ ഒരു പ്രവചനമോ ഒക്കെ എനിക്ക് അയച്ചു തരും. അപ്പം എൻ്റെ 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിലും മിക്ക ദിവസങ്ങളിലും പുള്ളിക്കാരത്ത് കുറേ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനമൊക്കെ എന്നെ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എൻ്റെ ഫാസ്റ്റിംഗ് തീരുന്ന ദിവസത്തെ പ്രവചനമാണ്. അല്ല, അത് വാക്യം അയച്ചിരിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജനങ്ങൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. ഇതിൻ്റെ കോണ്ടസ്റ്റ് വേറെയാണ് പൊക്കോട്ടെ, പക്ഷെ ആഘോഷമാണ്, സെലിബ്രേഷനാണ്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് അയച്ച അന്ന് വൈകിട്ട് ഇവിടെ അഭിഷിക്തം വന്നു. അദ്ദേഹവും ഇതേ കാര്യം പ്രസംഗിച്ചു, സെലിബ്രേഷൻ. ഇവർ രണ്ടുപേരും പറഞ്ഞതുകൊണ്ടല്ല ഞാനീ പറഞ്ഞത്, എൻ്റെ ബോധ്യമാണ് പറഞ്ഞത്. എപ്പോഴും നമ്മുടെ ബോധ്യങ്ങൾ ഉറപ്പിക്കാൻ ദൈവം ഒന്നിലധികം ദൈവദാസന്മാർ ഉപയോഗിക്കും. ഞാനിനി ഒരു ഫാസ്റ്റിംഗ് ഇല്ലെന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളാണ്. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കത്തില്ലെന്ന്. കാര്യം അടുത്തൊരു 50 വർഷം കൂടി ജീവിക്കണം. അതിനുവേണ്ടി ബോഡി ഒന്നൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ ഫാസ്റ്റിംഗ് എടുത്ത് ക്ഷയിപ്പിക്കത്തില്ലെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ ഒരു ദിവസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായൊരു പ്രേരണകത്ത് വന്നു ഫാസ്റ്റിംഗ് എടുക്കാൻ. അപ്പം ഞാൻ കുഴഞ്ഞു. കാരണം എൻ്റെ തീരുമാനം ഭയങ്കര ശക്തമാണ്, ഇനി ഫാസ്റ്റിംഗ് ഇല്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെരുങ്ങി, കർത്താവേ ഫാസ്റ്റിംഗ് എടുക്കണം, എന്നെ പണിയായതൊക്കെ. 3 പേര് അന്ന് എന്നോട് സംസാരിച്ചു. വ്യത്യസ്ത സ്ഥലത്തുള്ള 3 പേര്. ആദ്യത്തെ ആൾ പറഞ്ഞു 3ഓളം പ്രവാചകന്മാർ ഉറപ്പിക്കും. രാവിലെ ഉറപ്പിച്ചു, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 3 പേര്. അത് 40 ഡേയ്സ് ആരും പറഞ്ഞില്ല, ഫാസ്റ്റിങ്ങേ പറഞ്ഞോളൂ. അപ്പം ഞാൻ മാക്സിമം ഒരു 21 ചിന്തിച്ചത്. അത് പിന്നെ 30 പിന്നെ അങ്ങ് 40 പോയി. 40 നമുക്ക് എടുക്കാൻ പറ്റും, മാതൃക 40 മാക്സിമം, അവിടെ അവസാനിച്ചു പോയി. അപ്പം ഇനി എന്തില്ല? കമോൺ സബേ, ഫാസ്റ്റിംഗ് ഇല്ല. ഭൂമിയിൽ സമൃദ്ധിയുള്ള പുഷ്ടി, എന്താ അർത്ഥം? പ്രോസ്പെറസ്. യഹോവയുടെ നാമത്തെ അറിയുന്നവർക്ക് സമൃദ്ധിയുണ്ട്. അവർ ഭക്ഷിച്ചെന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കും. ഇത് ചുമ്മാതെ ഒരു സാധാരണ വചനമല്ലത് കേട്ടോ, ഒത്തിരി മർമ്മമുണ്ട് അതിനകത്ത്. ഒരു സാധാരണ വചനമല്ലത്. ഞാൻ കേട്ടിട്ട് തമാശയ്ക്ക് വിടേണ്ട വചനമല്ലത്. പക്ഷേ എനിക്കിപ്പം പറയാൻ സമയമില്ല. ഒരു സമൃദ്ധിയുടെ കാലഘട്ടം വന്നിരിക്കുക. ഇനി ദാരിദ്ര്യം അനുഭവിക്കാൻ ഒന്നുമില്ല. ഇല്ലേ ദേവേ? കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഇത് 10-30 വർഷമായി. അവിടെ ഇച്ചിരിയൊക്കെ അനുഭവിച്ചോ? ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി വേണ്ട. ലക്ഷീഷേ, പാസ്റ്റർ 10-30 വർഷം അനുഭവിച്ചില്ലേ? ഒരു 2 വർഷം അനുഭവിച്ചാൽ നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനിയൊരു മാറ്റം വരിക, സമൃദ്ധി. അവർ ദൈവത്തെ എങ്ങനെ ആരാധിക്കും? ഭക്ഷിച്ചാരാധിക്കും. അവിടെ കുറേ കാര്യമുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി സങ്കീർത്തനം 23 വരിക. പണ്ട് മനോഹരമായ പ്രസംഗങ്ങൾ എനിക്കുണ്ട് ഇതിനെക്കുറിച്ച്, അതൊന്നും പറയാൻ വേണ്ടി പോയല്ല. എൻ്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ ഈ സങ്കീർത്തനമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ മെസ്സേജസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും പറയത്തില്ല. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെട്ട, അതായത് യഹോവയോട് കൂടെ ചേർന്ന് വരുന്ന കുറേ നാമങ്ങളുണ്ട്. യഹോവ റാഫ, യഹോവ നിസി, യഹോവ ഷമ്മ, യഹോവ സിദക്കേനു, യഹോവ മക്കാദേശ്, യഹോവ റോഹി. ഈ എല്ലാ ദൈവത്തിൻ്റെ നാമങ്ങളും, യഹോവ ഇരേ, ഈ സങ്കീർത്തനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നാമം പറയാണ്. അവൻ്റെ നാമത്തെ അറിയുമ്പോഴാണ് അവനോട് പറ്റിയിരിക്കുന്നത്. അപ്പോഴാണ് അവൻ നമ്മളെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രൂശിൻ്റെ അനുഭവം കഴിഞ്ഞാൽ പിന്നെന്താണ്? അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ.
സമൃദ്ധിയുടെ അനുഭവങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. നമുക്കിപ്പോൾ സമയമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സങ്കീർത്തനം പോലെ ഇത്രമാത്രം പ്രചാരം നേടിയ മറ്റൊരു വചനഭാഗവും ലോകത്തിലില്ല, പുസ്തകത്തിലില്ല. ആമേൻ. എന്താ പറഞ്ഞേ? ഈ വേദഭാഗം പോലെ പ്രശസ്തമായ ഫേമസായ മറ്റൊരു വേദഭാഗവും വിശുദ്ധ പുസ്തകത്തിലില്ല. കുഞ്ഞ് പ്രായം തുടങ്ങി കാണാതെ പഠിക്കുന്ന ആദ്യ സങ്കീർത്തനം ഏതാണ്? 23 അല്ലേ? അപ്പോൾ ഒരു തമാശയുണ്ട്. വേർസ് എഫ്രൈം മുങ്ങിയോ? അതുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവനെ ഇത് പഠിപ്പിച്ചു, മലയാളത്തിൽ പഠിപ്പിച്ചു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുള്ളി സംശയം, ഡാഡി എനിക്ക് മുട്ടുണ്ടല്ലോ, എൻ്റെ മുട്ട്. ഡാഡി യു ആർ റോങ്, എനിക്ക് മുട്ടുണ്ട്. പിന്നെ കുറേ സമയം എടുത്തു മനസ്സിലാക്കാൻ മുട്ടിൻ്റെ അർത്ഥം. ഇടയ്ക്ക് തമാശ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ബാല്യകാല തമാശ ഒന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാകുന്നു, അത് മാത്രം പ്രാപിച്ച് നിങ്ങൾ ആ നാമത്തെ ഒന്ന് അറിഞ്ഞ്, അതിൻ്റെ പേരാണ് യഹോവ, യാഹ്വേ റോഹി. എന്താണ് ജഹോവ റോഹി? എന്താണ്? ഇടയൻ. ആ ഒരു വാക്ക് നമ്മൾ കാണാതെ പഠിച്ചതുകൊണ്ടൊന്നും വെളിപ്പാടായില്ല. വലിയ കുഴപ്പമായി. കാണാതെ വെളിപ്പാടാകും മുമ്പ് കാണാതെ പഠിച്ചാൽ പിന്നെ വെളിപ്പാടാകാൻ വലിയ പ്രയാസമാണ്. വചനം വെളിപ്പാടായ ശേഷം വേണം ശരിക്കും കാണാതെ പഠിക്കേണ്ടത്. പക്ഷെ കാണാതെ പഠിച്ചാൽ പിന്നെ വെളിപ്പാടാകാൻ വലിയ പ്രയാസമാണ്. എനിക്ക് ഇന്നലെയൊക്കെ ഇതൊന്ന് വെളിപ്പാടായി തുടങ്ങിയത്. നമ്മൾ റോമൻസിൽ കിടക്കുന്നതുകൊണ്ടേ ഇങ്ങോട്ട് വരാൻ താമസിച്ചത് മാത്രമേ ഉള്ളൂ. ജഹോവ റോഹി, ഒരു ഇടയൻ. ആ ഇടയൻ്റെ ഗുണമെന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ അവരുടെ നാമത്തെ അറിഞ്ഞു എന്ന് വീട്ടിൽ പോയിട്ട് ധ്യാനിക്കാൻ വേണ്ടി പറയാട്ടോ. ഞാൻ പ്രസംഗിച്ച് പഠിപ്പിക്കുന്നില്ലതൊന്നും. അവൻ നമ്മുടെ ഇടയനാണെന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശുവിനെയും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇടയൻ്റെ നാമത്തിലാണ്. പിതാവാം ദൈവവും പുത്രനാം ദൈവവും വെളിപ്പെടുത്തിയത് അവനൊരു ഇടയനാണ്. നമ്മളാരും അവൻ്റെ ആടുകളാണ്. ഇസ്രായേൽ മക്കളും സഭയും എന്താണ്? ആടുകളാണ്. ഒരു ഇടയൻ ആടുകളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അത് ഭയങ്കര മനോഹരമാണ്. അതുപോലെ ഒരു ഇടയൻ എന്ത് ചെയ്യാണ്? നമ്മെ പരിപാലിക്കുക, പോറ്റി പുലർത്തി. ഭയങ്കര വെളിപ്പാട് അതൊക്കെ. ആമേൻ. അതാണ് യഹോവ റോഹി. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്താർത്ഥം? ഐ ഷാൽ നോട്ട് വാണ്ട്. അത് എനിക്ക് ഒന്നിനും കുറവില്ലെന്ന്. ഇപ്പം ഈ വചനം വെളിപ്പെട്ടാലേ നാളെ നമ്മുടെ കണ്ണുനീരുണ്ടാവുമോ? നിങ്ങളെന്തിനും ഭാരപ്പെടുവോ? ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന്. അടുത്ത നാമം വെളിപ്പെട്ടു, ജഹോവ ഇരേ. യഹോവ ഇരേ. ഈ ഒരു കൊച്ചു സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ കോമ്പൗണ്ട് നെയിംസ്, അവൻ്റെ യഹോവയോട് ചേർന്ന് വരുന്ന എല്ലാ നാമങ്ങളും വെളിപ്പെടും. യഹോവ ഇരേ, എനിക്ക് ഒന്നിനും കുറവില്ലെന്ന്. ഞാൻ സങ്കീർത്തനം വീണ്ടും പഠിക്കാൻ തുടങ്ങി. ആമേൻ. ഒന്നിനും കുറവില്ലെന്ന്. സമൃദ്ധിയെക്കുറിച്ച് പറയാ. സമൃദ്ധി എല്ലാ മേഖലയിലും വർധനവ്, കുറവുണ്ടാകത്തില്ല. യഹോവ ഇരേ വെളിപ്പെടുകയാണ്. അടുത്തത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഒരു പേര് മാത്രം പറയാം, ജഹോവ ഷാലോം, സ്വസ്ഥത. ബാക്കി നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുക. പച്ചയായ പുൽപ്പുറങ്ങളും കിടത്തുന്ന കാര്യവും. ജഹോവ ഷാലോം വെളിപ്പെടുകയാണ്. അവിടെ സമാധാനം തരിക. നമ്മുടെ സമൃദ്ധി, ടോട്ടൽ പ്രോസ്പെറിറ്റിയാണ്. ജഹോവ റോഹി,
യഹോവ ഇരേ, എന്താ ഇരേ അർത്ഥം എന്താണ്? നമുക്കായി കരുതുന്നവൻ. പിന്നെന്താ? യഹോവ ഷാലോം, നമുക്ക് സമാധാനം തരുന്നവൻ. അടുത്തത്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്നർത്ഥം? സൗഖ്യം, നമ്മുടെ തണുപ്പ്, റെസ്റ്റോറേഷൻ, ഹീലിംഗ്, നമ്മുടെ ഹൃദയത്തിൽ പ്രാണനിൽ സൗഖ്യം തരുന്നു. യഹോവ റാഫ വെളിപ്പെടുകയാണ്. യഹോവ റാഫ, ദ ലോർഡ് ഹൂ ഹീൽസ് മീ, എന്നെ സൗഖ്യമാക്കും യഹോവ. അടുത്തത്, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്താണ്? തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്തുവാ തിരുനാമ നിമിത്തം? നീതിപാത. അവൻ്റെ നാമ മുഖാന്തരമാണ് എനിക്ക് നീതി ലഭ്യമായത്. നീതിയുടെ പാത്ത് ഓഫ് റൈറ്റസ്നെസ്, അത് അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞതുകൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പേരാണ് യാഹുവേ സിദക്കേനു. ഞാനീ പറഞ്ഞു പോകുന്നതേ വാക്കിംഗ് ഒന്നും എടുക്കാത്തതുകൊണ്ടാണ്, സമയമെടുത്തുകൊണ്ടാണ്. യാഹുവേ സിദക്കേനു എന്നർത്ഥം ദ ലോർഡ് ഈസ് മൈ റൈറ്റസ്നെസ്. അത് ആരുടെ പേരാ? യഹോവയുടെ പേരാ. അത് ആരുടെ പേരാ? യേശു ഭൂമിയിൽ വന്നപ്പോൾ അവനെ വിളിച്ച പേരാണ് യാഹുവേ സിദക്കേനു. അതാണ് 22 അവസാനം പറഞ്ഞിരിക്കുന്നത്. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവൻ്റെ നീതിയെ വർണ്ണിക്കും. ആമേൻ. ദൈവത്തിൻ്റെ നീതി, അതാണ് 24:5 വാക്യത്തിൽ. 24:5, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇപ്പം ഞാനാകെ ഞെട്ടിപ്പോയിപ്പം. റോമാലേഖനത്തെക്കാട്ടിലും പിന്നെ ഗലേഷ്യൻസിനെക്കാൾ ശക്തമായിട്ട് ദൈവനീതിയുടെ വെളിപ്പാടാ ഈ 3 സങ്കീർത്തനം. ഞാനോർത്ത് പൗലൂസിനെ ആ വെളിപ്പാട് കിട്ടിയോളെന്ന്. അല്ല, ഈ സങ്കീർത്തനം എഴുതിയ നമ്മുടെ പ്രിയ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ ദാവീദിന് ഈ വെളിപ്പാടാണെന്ന്. 3 സങ്കീർത്തനത്തിൽ എന്ത് പറഞ്ഞിരിക്കുക? യഹോവ സിദക്കേനു. യഹോവയുടെ പേരെന്താ? യാഹുവേ സിദക്കേനു. ദ ലോർഡ് ഈസ് മൈ റൈറ്റസ്നെസ്. അവർ നീതി പ്രാപിക്കും. കണ്ടോ, തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അപ്പം രക്ഷ പ്രാപിക്കും, ആ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. അതാനുഗ്രഹം. യാഹുവേ സിദക്കേനു. ഇനി താഴ്ത്ത് വായിക്കാം. കൂരിരുൾ താഴ്വയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. എന്താ അർത്ഥം? യഹോവ ഷമ്മ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദ ലോർഡ് ഈസ് വിത്ത് മീ. ആമേൻ. ദ ലോർഡ് ഈസ് ദെയർ. യഹോവ ഷമ്മ. നിങ്ങളിതിൻ്റെ ആ ബ്യൂട്ടി കാണുന്നുണ്ടോ? നമ്മൾ ഇന്ന് വരെ സങ്കീർത്തനം വായിച്ചത് വേറൊരു രീതിയിലാണ്. നമ്മൾ ഇന്ന് വായിക്കുന്നത് അതിൻ്റെ ഓരോ വാക്കിനകത്തും യഹോവയുടെ നാമം വെളിപ്പെടുക. അത് നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾ അവനോടങ്ങ് പറ്റിയിരിക്കും. അങ്ങനെ പറ്റിയിരുന്ന ദാവീദിൻ്റെ വെളിപ്പാടായത്. പൗലൂസിൻ്റെ വെളിപ്പാടിനോട് കിടപിടിക്കുന്ന വെളിപ്പാടാണ്. ഞാൻ ഓർത്ത് ഈ വെളിപ്പാടൊക്കെ പൗലൂസിനും പിന്നെ സന്തോഷ് ഡേവിഡിനും മാത്രമേ ഉള്ളെന്നാ. ജസ്റ്റ് കിഡിങ്, ഓക്കെ, തമാശ പറഞ്ഞതാണ്. ദാവീദിൻ്റെ വെളിപ്പാടുണ്ടോ നിങ്ങൾ? എന്നിട്ട് അടുത്തത്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. വിരുന്ന നമ്മുടെ വിഷയം ഇപ്പം. ഭക്ഷിച്ച്, കമോൺ മക്കളെ, ചാപ്പാടിൻ്റെ കാര്യം പറയാ, ഭക്ഷിച്ചാരാധിക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. വിരുന്നൊരുക്കുന്നു. അവിടെ എന്ത് വാക്കുണ്ട്? എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്താണ്? യഹോവ നിസി. ദ ലോർഡ് ഈസ് മൈ ബാനർ. ശത്രുവിൻ്റെ മുമ്പാകെ ജയം നൽകുന്ന ദൈവം, ജയത്തിൻ്റെ കൊടി യഹോവ നിസി. ആമേൻ.
എന്തൊരു ബ്യൂട്ടിഫുൾ സങ്കീർത്തനം, എന്തൊരു മനോഹരമായ സങ്കീർത്തനം. എന്നിട്ട് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. യഹോവ മക്കാദേശ്, അർത്ഥം ദ ലോർഡ് ഹൂ സാങ്ക്ടിഫൈസ് മീ. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവനെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം കൂടെ ഉണ്ട്. വേർതിരിക്കുന്നു, സെറ്റപ്പാട്ടാണല്ലോ. അഭിഷേകം ചെയ്യുന്നത് എന്ത് ചെയ്യണം? അവനെ വേർതിരിക്കുകയാണ്, സെറ്റപ്പാട്ട് ചെയ്യുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പേരെന്താണ്? യഹോവ മക്കാദേശ്, ദ ലോർഡ് ഹൂ സാങ്ക്ടിഫൈസ്. നിങ്ങളിതൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി പറയാം. പക്ഷേ ഇത്രയും കണ്ടോ നിങ്ങൾ? എത്ര മനോഹരമായി ദൈവത്തിൻ്റെ അഭിഷിക്തനും മധുരഗായകനുമായ ദാവീദ് യഹോവയുടെ നാമത്തെ ഈ കൊച്ചു സങ്കീർത്തനത്തിനകത്ത് ചേർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ ഒരു വെളിപ്പാട്, അവൻ്റെ നാമത്തെ നാം അറിഞ്ഞാൽ, അവൻ എൻ്റെ ഇടയൻ, യഹോവ റോഹി, അവൻ എൻ്റെ പ്രൊവൈഡർ, കരുതുന്നവൻ യഹോവ ഇരേ, അവൻ എൻ്റെ സമാധാനം യഹോവ ശാലൂം, അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ റാഫ, അവൻ എൻ്റെ നീതി യഹോവ സിദക്കേനു, അവൻ എൻ്റെ കൂടെ വസിക്കുന്നവൻ യഹോവ ഷമ്മ, അവൻ എൻ്റെ ജയത്തിൻ്റെ കൂടി യഹോവ നിസി, അവൻ എന്നെ വിശുദ്ധീകരിക്കുന്നവൻ യഹോവ മക്കാദേശ്. ഇത്രയും വെളിപ്പാട് നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ പിന്നെ ആരോട് പറ്റിച്ചേരും? ഹല്ലേലൂയ. അവനോട് പറ്റിച്ചേർന്നാൽ അവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ നാമത്തെ നാം അറിയുന്നത് കൊണ്ട് അവൻ നമ്മെ ഉയർത്തും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മധ്യത്തിൽ നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയും. ആമേൻ. നിറയുക മാത്രമല്ല, അത് സമൃദ്ധിയാണ്, നിറവ്. പക്ഷെ നിറഞ്ഞൊഴുകുന്നതാണ് വലിയ സമൃദ്ധി. എന്താ? മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്ന സമൃദ്ധി. എൻ്റെ പാനപാത്രം നിറഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ തൃപ്തനായി. അതല്ല ദൈവത്തിൻ്റെ കാര്യപരിപാടി. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകണം. എൻ്റെ അകത്തുള്ള ജീവൻ, എൻ്റെ പ്രാണനിൽ പൊങ്ങി വരുന്ന നീരുറവ, ജീവൻ്റെ നീരുറവയാകുമ്പോൾ എൻ്റെ പ്രാണൻ സ്വസ്ഥമായി. എനിക്ക് എൻ്റെ പാനപാത്രം നിറഞ്ഞു. പക്ഷേ എൻ്റെ അകത്തുള്ള ജീവൻ ജീവജലത്തിൻ്റെ സമൃദ്ധിയായി, ജീവജല നദികളായി എൻ്റെ അകത്തുനിന്ന് ഒഴുകുമ്പോൾ ആ ജീവജല നദികൾ ചെല്ലുന്നിടത്തെല്ലാം വലിയ സൗഖ്യം കൊടുക്കുകയാണ്, വലിയ ദൈവപ്രവൃത്തി കൊടുക്കുകയാണ്, മറ്റുള്ളവർക്കും കൂടെ പകരുന്ന അനുഭവം. മാത്രമല്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ അനുഗമിക്കാൻ തുടങ്ങിയ. ഇന്ന് നാം നന്മയ്ക്കും കരുണയ്ക്കും വേണ്ടി നോക്കിയിരിക്കുന്നു, നന്മയ്ക്കും കരുണയ്ക്കും വേണ്ടി നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ നാളെ നിങ്ങളെ നന്മയും കരുണയും അനുഗമിക്കാൻ തുടങ്ങും. കാര്യം, നന്മയും കരുണയും മാത്രമുള്ള ഒരു പിതാവാം ദൈവത്തെ നിങ്ങൾ പറ്റിച്ചേർന്നു കഴിഞ്ഞു. അവൻ്റെ നാമങ്ങളെ അറിഞ്ഞു തുടങ്ങി. അവൻ നിങ്ങളെ ഉയർത്തുമ്പോൾ നന്മയും കരുണയും നിങ്ങളുടെ പുറകിൽ വരികയും നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞ് കവിയുകയും ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ അവൻ നിങ്ങൾക്കൊരു വലിയ വിരുന്നൊരുക്കും. നിങ്ങളുടെ ശത്രുക്കൾ കാണും നിങ്ങൾ എവിടൊക്കെ നിന്ദിക്കപ്പെട്ടോ, എവിടൊക്കെ പരിഹസിക്കപ്പെട്ടോ, എവിടൊക്കെ വ്യസനപാത്രമായി തീർന്നോ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞോ, ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചോ, ആരൊക്കെ നിങ്ങളെ പരിഹസിച്ചോ, ആരൊക്കെ നിങ്ങളെ പേര് നിന്ദിച്ച് പേര് വിടക്കെന്നെണ്ണിയോ, ആ സ്ഥലത്ത് അവരെ മുമ്പാകെ ദൈവം നിങ്ങൾക്കൊരു വലിയ മേശയൊരുക്കി, വലിയൊരു വിരുന്നൊരുക്കി നിങ്ങളെ സന്തോഷിപ്പിക്കും. ശത്രുക്കളുടെ മുമ്പാകെ തന്നെ നിങ്ങളെ അവൻ സംരക്ഷിക്കും, നിങ്ങളെ അവൻ മാനിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ സഭയോട് പ്രവചിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഇത്രയും കേട്ട വചനങ്ങളൊന്ന് സ്വീകരിക്കണം. ഇതിൻ്റെ ജീവനൊന്ന് സ്വീകരിക്കണം, വെളിപ്പാടിനൊന്ന് സ്വീകരിക്കണം, ശക്തി ഒന്ന് സ്വീകരിക്കണം. നാം വേഗത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഇന്നത്തെ കർത്താവിൻ്റെ മേശ ഇത് സമർപ്പിച്ച് ഈ ആത്മീയ മർമ്മങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. 22-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം,
24 സങ്കീർത്തനം അത് ദൈവനീതിയെ വെളിപ്പെടുത്തുകയാണ്. ക്രൂശിനെ വെളിപ്പെടുത്തി, അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തി, മഹത്വത്തിൻ്റെ രാജാവായവൻ, തേജസ്സിൻ്റെ കർത്താവായവൻ, തേജസ്സിൻ്റെ ആത്മാവായവൻ നമ്മുടെ നടുവിൽ വന്ന് തേജസ് വെളിപ്പെടുത്തി, രാജ്യം വെളിപ്പെടുത്തി വാഴുന്ന അനുഭവങ്ങളിലേക്ക് അവൻ നമ്മളെ ഇന്ന് നടത്തുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. ഈ വചനങ്ങൾ കേട്ടവരും ഇനി കേൾക്കുന്നവരും ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും നിങ്ങളുടെ മേൽ ഇന്ന് ഇറങ്ങി വരികയാണ്. ജീസസ് അവനെന്നോട് പറ്റിയിരിക്കാൻ, അവനെന്നോട് പറ്റിയിരിക്കാൻ നമുക്ക് കർത്താവിനോട് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കാം. പലപ്പോഴും നമ്മുടെ ഹൃദയം അകന്നു പോകാറുണ്ട്. സത്യത്തിൽ നമ്മൾ പറ്റിയിരിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. പലപ്പോഴും നമുക്ക് ചേർന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നാം ആഗ്രഹിച്ചാൽ അവൻ നമ്മോട് പറ്റിച്ചേരും. നാം കർത്താവുമായിട്ട് ഏകാത്മാവാ. കർത്താവിനോട് പറ്റിച്ചേർന്നവൻ അവനുമായി ഏകാത്മാവായി തീർന്നിരിക്കുകയാണ്. നീ പിതാവാം ദൈവത്തോട് പറ്റിച്ചേരുന്ന അനുഭവം അത് ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൽ ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തെ അവൻ മാറ്റും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, ഞാൻ തന്നെയാണോ? നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമെല്ലാം അനുഭവമാകാൻ വേണ്ടി പോവുകയാണ്. നാം ഇന്ന് വരെ പലതും അനുഭവിച്ചിട്ടില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു. അതെല്ലാം നമ്മൾ ഇന്ന് ഈ നിമിഷം തുടങ്ങി അനുഭവിക്കുകയാണ്. അനുഭവിക്കും. നിങ്ങൾ സമൃദ്ധി അനുഭവിക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. യെസ്, ദൈവത്തിൻ്റെ ആലയത്തിൽ നിങ്ങൾ വസിക്കും. അനേക നന്മകളാ. യെസ്, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് കർത്താവിൻ്റെ മേശയ്ക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ഇന്നത്തെ മേശയിൽ നമ്മൾ ഈ വിഷയങ്ങളെ സമർപ്പിക്കുകയും വലിയൊരു ജയത്തെ കർത്താവ് പറഞ്ഞിരിക്കുന്ന സെലിബ്രേഷൻസ് ആരംഭിച്ചിരിക്കുന്നതാണ്. ആഘോഷങ്ങളാണ്. അത് കർത്താവിൻ്റെ സമയത്ത് ഭൗതികമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വേണ്ടി പോവുകയാണ്. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞല്ലോ, മാർത്തയെ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്ത വിശ്വസിച്ചു. അവൾ ദൈവത്തിൻ്റെ മഹത്വം, തേജസ്, തൻ്റെ നാറ്റം വെച്ചുപോയ ശരീരം പഴുത്ത് പുഴുവരിച്ച തുടങ്ങിയ അവസ്ഥയിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് കല്ലറ തുറന്ന് പുറത്തു വന്നു. അതാ മഹത്വം, അവൾ കണ്ട മഹത്വം. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി അവൾ കണ്ടത്. നമ്മൾ കാണും നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അത്ഭുതങ്ങൾ, വലിയ ശക്തി പ്രകടനങ്ങൾ, ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെ ശക്തി പ്രകടനങ്ങൾ നമ്മുടെ തലമുറയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണും.